കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് 3D വാൾപേപ്പേഴ്സ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുത്തി തരാനാണ്. ഇതിനകത്ത് കുറേ കളക്ഷൻ ഓഫ് 3D വാൾപേപ്പേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള 3D വാൾപേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഏതാണ് ആപ്പ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആപ്പിൻ്റെ പേര് 3D വാൾപേപ്പേഴ്സ് ആണ്. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം 3D വാൾപേപ്പർ പാരലക്സ് 2017 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാം. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഇവിടെ ഒരുപാട് 3D വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വാൾപേപ്പേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു 3D വാൾപേപ്പർ സെലക്ട് ചെയ്യാം. ഞങ്ങളിപ്പോൾ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത വാൾപേപ്പർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെറ്റ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മൾ വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ ഷേക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഒരു 3D എഫക്റ്റാണ് ഈ വാൾപേപ്പേഴ്സ് നൽകുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ ലുക്കും ഫീലും തന്നെ വേറൊന്നായിട്ട് മാറുന്നത് കാണാം. അതേപോലെ തന്നെ ഈ ഒരു 3D വാൾപേപ്പർ ആപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അതിനുവേണ്ടി താഴെ ഒരു ആഡ് ഐക്കൺ കാണാം, അതിൽ പ്രസ് ചെയ്യാം. അവിടെ ടേക്ക് ഫോട്ടോ യൂസിങ് ക്യാമറയും ഉണ്ട്, ചൂസ് ഫ്രം ഗാലറിയും ഉണ്ട്. നിങ്ങൾക്ക് ഗാലറിയിലത്തെ ഫോട്ടോസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ക്യാമറ എടുത്തിട്ട് ഒരു വാൾപേപ്പർ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് സെലക്ട് ചെയ്ത് അതിൻ്റെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ ഏതൊക്കെയാണ് ലെയേഴ്സായിട്ട് ആഡ് ചെയ്യേണ്ട ഫോട്ടോസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വാൾപേപ്പർ 3D വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 3D വാൾപേപ്പറാണിത്. നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഫോട്ടോസ് പോലും ആഡ് ചെയ്തിട്ടുള്ള വാൾപേപ്പേഴ്സ് ഉണ്ടാക്കാൻ സാധിക്കും. നല്ലൊരു ആപ്പ് തന്നെയാണിത്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഈ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ FB ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളൊരു ന്യൂസ് വന്നത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ FBയുടെ സൈഡിൽ നിന്ന്, ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ഇന്ത്യക്കാരിൽ മാത്രമാണ്, ഇന്ത്യൻ FB യൂസേഴ്സിൽ മാത്രമാണ് ഈ ഒരു കാര്യം ടെസ്റ്റ് ചെയ്തത്. ഇത് വെറും പരീക്ഷണം മാത്രമാണ്. ആധാറുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള നീക്കങ്ങളില്ല എന്ന് FBയുടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റിയൽ നെയിം വെച്ചിട്ട് തന്നെ നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാവാതിരിക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ എളുപ്പം കണ്ടെത്താനും സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.